നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി കൊണ്ട് റെസിപ്പി നോക്കിയാലോ? ഞാൻ ഒരുവിധം പെട്ട ഫ്രൂട്ട്സിനും അതുപോലെ റോ വെജിറ്റബിൾസിനും എല്ലാം അലർജിക് ആണ് കേട്ടോ. അപ്പൊ എന്റെ സ്മൂത്തിക്കകത്ത് സാധാരണ നേന്ത്രപ്പഴം, റോബസ്റ്റ, ബീട്രൂട്ട് ഇത്രയേ കാണാറുള്ളൂ. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരാഴ്ചത്തേന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അപ്പം. അപ്പോൾ ഉണ്ടാക്കണ നേരത്ത് നമ്മളത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഫ്രൂട്ട്സ് എടുത്തിട്ട് കുറച്ച് വേ പ്രോട്ടീൻ പൗഡർ ഞാൻ യൂസ് ചെയ്യാറുള്ളത്, പീനട്ട് ബട്ടർ, പിന്നെ കാഷ്യൂ അരച്ചത്, കുതിർത്ത ചിയാ സീഡ്സ്. ഇത്രയാണ് എൻ്റെ സ്മൂത്തിയിൽ അധികം ഉണ്ടാവുന്നത്. കുറച്ച് ഡേറ്റ്സ് ഉണ്ടാവും. ആ പീനട്ട് ബട്ടർ ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ല. പക്ഷെ എനിക്ക് ആ വേ പ്രോട്ടീൻ പൗഡറിന്റെ ചൊയ തീരെ പോകില്ല. അപ്പോൾ കുടിക്കാൻ തീരെ തോന്നാത്തതുകൊണ്ട് ഞാൻ അതൊരു അതിന്റെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീനട്ട് ബട്ടർ ഇടുന്നത് കേട്ടോ. അത് കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തിയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതങ്ങനെ വെറുതെ ഇത് മാത്രമായിട്ട് കുടിച്ചാൽ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് എലവേറ്റ് ചെയ്യാനും കുറച്ചും കൂടെ ഫില്ലിംഗ് ആൻഡ് ന്യൂട്രീഷ്യസ് ആക്കാനും നമുക്കത് കുറച്ചും കൂടെ കട്ടിക്ക് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, കോക്കനട്ട് ചിപ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ബൗൾ പോലെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാനും നല്ലതാണ്. കുറച്ചും കൂടെ അത് ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ കാണിച്ച പോലെ ആപ്രിക്കോട്ട് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാണ്ട് ഇടരുത്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ പറ്റിപ്പോയതാണ് കേട്ടോ. അത് കടിക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കുരു കളഞ്ഞിട്ടൊക്കെ ഇടുക, ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ കോക്കനട്ട് ചിപ്സ്. അത് ഗുഡ് ഫാറ്റാണ്. അതേ സമയത്ത് അതിങ്ങനെ ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ അങ്ങനെ കോരി കടിക്കുമ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻജോയ്.